സംവാദത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്ന മണ്ഡലം കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലമാണ്. കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ സിറ്റിംഗ് എം പി ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത. മറ്റൊന്ന്, അവിടെ 2 സിനിമാ നടന്മാർ മാറ്റിവെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. CPM-ൽ നിന്ന് മുകേഷ് മാധവനും ഒപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് G കൃഷ്ണകുമാറും എത്തുന്ന ഒരു മണ്ഡലം. അങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലത്തിനൊരു രാഷ്ട്രീയ മുഖമുണ്ട്, ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. എപ്പോഴും റവല്യൂഷണറി പാർട്ടിയോടൊപ്പം ചേർന്ന് നടന്നിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള, അതായത് RSPയോടൊപ്പം എന്നും ചേർന്ന് നടന്നിരുന്ന ഒരു പ്രസ്ഥാനവും ഒരു പാർട്ടിയുമാണ്, അല്ലെങ്കിൽ ഒരു ജനങ്ങളാണ് കൊല്ലത്തുള്ള ജനങ്ങളെന്ന് പറയാം. ഇന്നത്തെ അവസ്ഥ ചിലപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വലിയ മാറ്റങ്ങൾ പ്രേമചന്ദ്രനെ സംബന്ധിച്ച് പ്രേമചന്ദ്രന് മാറ്റം പറ്റില്ല എന്നുള്ളത്. പകരം ഏത് രാഷ്ട്രീയ രംഗം മാറിയാലും പ്രേമചന്ദ്രൻ ഒരു മാറ്റം. UDF-ലാണെങ്കിൽ എപ്പോഴും പ്രേമചന്ദ്രൻ സേഫ് ആയ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ഒരു വിശകലനം അതിലേക്ക് പോയി കഴിഞ്ഞാൽ, കൊല്ലത്തിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ബേബി ജോണിനാണ്. കാരണം RSPയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ചിരകാല പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ മേഖല, ഒരു വലിയ ഒരു ജനകീയ അടിത്തറ ഉള്ള ഒരു പാർട്ടിയാണ് RSP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ RSP പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബേബി ജോൺ സാറിൻ്റെ മരണത്തിന് ശേഷമൊക്കെ ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഷിബു ബേബി ജോണും P അസീസും ഒപ്പം തന്നെ നമ്മുടെ NK പ്രേമചന്ദ്രനും ബാബു ദിവാനും അടക്കമുള്ളവരൊക്കെ RSPയോടൊപ്പം ചേർന്ന് നിന്നുള്ളത്. TK ദിവാന്റെ മകനായിട്ടുള്ള ബാബു ദിവാൻ, ഇവരൊക്കെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് RSPയെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്. കൊല്ലത്ത് മാത്രമാണ് അവരുടെ വേരുകൾ വളരെ വലുതായിട്ടുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ശരാശരിയിലുള്ള വോട്ടുകൾ നേടുന്ന ഒരു പ്രസ്ഥാനമാണ് RSP എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ 2024 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, UDF-ഉമായിട്ട് ബന്ധപ്പെട്ട് UDF-ന്റെ ഉറച്ച മണ്ഡലം, അങ്ങനെ തന്നെ പറയാം. നമുക്ക് കുറച്ച് മണ്ഡലം മാത്രമല്ല, ലോക്സഭയിൽ ആദ്യത്തെ സീറ്റ് എന്ന് പറയാൻ പറ്റും. അതെ, പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രേമചന്ദ്രൻ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രേമചന്ദ്രൻ അത് ഉറപ്പിച്ചു കഴിഞ്ഞ സീറ്റാണ്. പിന്നെ അവിടെ ഭൂരിപക്ഷം മാത്രമേ ഇനി നമുക്ക് അറിയേണ്ടതുള്ളൂ. പ്രേമചന്ദ്രനെ തകർക്കാൻ ഉള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറേ നാളുകളായി CPM നടത്തുന്നുണ്ട്. പക്ഷേ പ്രേമചന്ദ്രനെ ഇത്രയും വലിയ പദവിയിലേക്ക് എത്തിച്ചതുപോലും ഒരുപക്ഷെ പിണറായി വിജയനായിരിക്കും. പിണറായി വിജയന്റെ പരനാറ് പ്രയോഗമൊക്കെയാണ് ഇത്തരത്തിൽ കുറച്ചുകൂടി ഒരു പോപ്പുലാരിറ്റി എനിക്ക് തോന്നുന്നു 2014 പരനാറ് പ്രയോഗമാണ്. പക്ഷെ പിന്നീട് പല രീതിയിലും MA ബേബി ഇറക്കിയും അതിനുശേഷം ബാലഗോപാലിനെ ഇറക്കിയൊക്കെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്ന് വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൊല്ലത്തുകാർക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല, പ്രേമചന്ദ്രൻ ഇവിടെ ആപ്റ്റായ ഒരു സ്ഥാനാർത്ഥിയുമാണ്. വളരെ മികച്ച പാർലമെന്ററി ജനാധിപത്യത്തിലാണെങ്കിലും അല്ലാതെ നോക്കിയാലും വളരെ മികച്ച ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥി. കുറെ നാളുകളായി അദ്ദേഹത്തെ, കഴിഞ്ഞ തവണ അദ്ദേഹം ആ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മോദിയെ അവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് സംഖ്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങൾ, അത് അദ്ദേഹം വന്നതിനും അതൊരു മര്യാദയുടെ പേരിൽ പ്രധാനമന്ത്രിയെ ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയും ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വരികയും ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. അതിനുശേഷം ഇപ്പോഴും വീണ്ടും അദ്ദേഹത്തെ സംഖ്യയായി മാറ്റാനും തീരദേശ വോട്ടുകൾ അടക്കം അല്ലെങ്കിൽ മറ്റു വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനും ഒക്കെ CPM ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ഏറ്റവും നല്ല പാർലമെന്റേറിയനായ അദ്ദേഹത്തെ മോദി ഒരു ചായ സൽക്കാരത്തിന് വിളിച്ചുകൊണ്ടുപോയി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. പക്ഷേ അപ്പോഴും വളരെ ശക്തനായി തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിൽ നന്നായി ഇടപെടുന്ന, പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ കാര്യങ്ങൾ പാർലമെന്റിൽ വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ അത്തരത്തിലുള്ള ഒരു ഇമേജ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഏത് മുകേഷിനെ ഇറക്കിയാലും, മുകേഷിന് കുറച്ച് ജനപ്രിയനാണ് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളുടെ വോട്ടുകൾ, അതെ സിനിമയിലെ ജനപ്രിയത, അത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കിടയിൽ മുകേഷിനെ പറ്റി ചിന്ത പറയുന്ന ഒരു വാക്കുണ്ട്. മുകേഷ് നോക്കൂ, കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ സിനിമയിൽ നോക്കിയാലും. അപ്പോൾ സിനിമയിൽ ജനപ്രിയനായ നായകനായിരിക്കാം, ക്രെഡിബിലിറ്റിയൊക്കെ നമുക്കറിയാലോ. വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഏത് തരത്തിലാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നതെന്നും വിലയിരുത്തുന്നത്. ചിലപ്പോൾ ഈ 10 മണിക്ക് തോൽക്കേണ്ട ആളെ 7 മണിക്ക് തോൽപ്പിക്കാൻ പറ്റും, അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട് ഇവിടെ. മാത്രമല്ല കെ ബി ഗണേഷ് കുമാറിന്റെ ചില പ്രയോഗങ്ങൾ, കെ.ബി. ഗണേഷ് കുമാറിന്റെ പഴയകാല ചരിത്രം വരെ പുറത്തിടാൻ കാരണമായിട്ടുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ സ്വന്തമായി ഇപ്പോൾ കുഴി വെട്ടുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രേമചന്ദ്രനെ ആക്രമിക്കാൻ വേണ്ടി മോദിയുടെ ചിത്രമാണ് പ്രേമചന്ദ്രന്റെ പൂജാമുറിയിൽ എന്ന് പറഞ്ഞ് കിടപ്പുമുറിയിൽ നിന്ന് പൂജാമുറിയിലേക്ക് കണ്ണുമാറുക നന്നായി എന്ന ഷിബു ബേബി ജോണിന്റെ പ്രസ്താവനയൊക്കെ ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. വളരെ നല്ലൊരു മറുപടിയാണ്, നല്ല പ്രയോഗമായി പോയി. അത്
അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പല രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പ്രതിരോധമൊന്നും ഫലവത്താകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മുകേഷിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മുകേഷിന്റെ കൂടെയുള്ളവർ തന്നെയാണ്, അങ്ങനെ പറയേണ്ടി വരും. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ളവർ വന്ന് ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമല്ലോ. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ പൂജാമുറിയും കിടപ്പുമുറിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പൂജാമുറിയിൽ പൂജ ചെയ്യുക എന്നുള്ളത്, കിടപ്പുമുറി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അത് കിടപ്പുമുറിയോട് മാത്രം ഗണേശൻ എത്രയും ആഭിമുഖ്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ പറഞ്ഞത്. അപ്പൊ ആ ചോദ്യം പ്രസക്തമാവുന്നത് തന്റെ പഴയ അവിഹിത ബന്ധങ്ങളടക്കം അല്ലെ ഇത്തവണ മന്ത്രിയായ സമയത്ത് ഗണേശൻ എല്ലാവരോടും പറഞ്ഞു ഇനി എന്നെ വിവാദങ്ങൾ പെടുത്തരുത്, പക്ഷെ അതിന് മാധ്യമങ്ങൾ അടക്കാതെ പ്രായമായി അതുകൊണ്ട് ഇനി എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം തന്നെയാണ് ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ചെകഞ്ഞിടാനുള്ള കാരണം. അതെ, ഇതിപ്പോ തെരഞ്ഞെടുപ്പ് പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുകേഷിന് വേണ്ടിയിട്ട് വന്ന് പ്രചരണം നടത്തുമ്പോഴാണ് ഈ പൂജാമുറിയുടെ കാര്യം പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഓർത്തെടുത്തുകൊണ്ട് ഷിബു ബേബിയാണ് അതിന് മറുപടി നൽകി എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കാരണം പൂജാമുറിയിലേക്ക് കണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എത്തപ്പെടുമ്പോൾ കുറച്ച് കുടുംബങ്ങൾ രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? കാരണം ഗണേശനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ഒരു പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുള്ളത് അവിഹിത ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറെക്കുറെ ശരിയുമായിട്ടുണ്ട്. ആ ശരികളെയൊക്കെ കുഴിച്ചു മൂടപ്പെട്ടു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കുഴിച്ചു മൂടപ്പെട്ടു വീണ്ടും അതിനെ ഇങ്ങനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യമില്ല. മറ്റുള്ളവരെ നമ്മൾ താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്നു. സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ഗണേശൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ആളും ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആളും ഒക്കെയാണ്. പക്ഷേ സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ എല്ലാ വിഭാഗത്തെ ആൾക്കാരുടെ അവരുടെ വികാരങ്ങളെ മാനിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് കഞ്ഞി കുടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. മെറിറ്റില്ലാത്ത ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളെക്കാളും ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തരംതാണ വില കുറഞ്ഞ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്നത് പഴയ മാടമ്പി സ്വഭാവം. അതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ ചിലവാകില്ല. അതൊക്കെ ഗണേശൻ അങ്ങനെയൊക്കെ അഹങ്കാരം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വീട്ടി വെച്ചേക്കാൻ പറയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പൊതുസമൂഹം വിലയിരുത്തപ്പെടുന്നത് അല്ലേ. അല്ലാതെ ഗണേശനെ പോലുള്ളവൻ്റെ മാടമ്പിത്തനമൊന്നും കാണേണ്ട ആവശ്യം ഇന്നത്തെ പൊതുസമൂഹത്തിനില്ല. അതിന് ഏത് LDF-കാരൻ്റെ കൂടെ ആണെങ്കിലും UDF-കാരൻ്റെ കൂടെ ആണെങ്കിലും അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ അതിനോട് യോജിക്കുന്ന ഒരു വിഭാഗം ഇന്നില്ല. പണ്ട് അടിയാന്മാരുണ്ടായിരുന്നു, ഇവർ പറയുന്നത് കേൾക്കുന്നവരുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. അതുകൊണ്ട് തന്നെ സ്വന്തം കുഴിവെട്ടി, ശ്രീധ പറഞ്ഞല്ലോ, സ്വന്തം കുഴിവെട്ടി അതിനകത്തേക്ക് സ്വയം ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗണേശൻ. മാത്രമല്ല മുകേഷിനെ കൂടെ അതിനകത്തേക്ക് ചാടി. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. മര്യാദയ്ക്ക് എങ്ങനെയും ജയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുകേഷ് വന്ന് ലോക്സഭാ സീറ്റായിട്ടുള്ള കൊല്ലത്ത് വന്ന് മത്സരിക്കാൻ വരുന്നത്. പിന്നെ വേറൊരു കാര്യം ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. എങ്ങനെ മുകേഷ് വിജയിക്കും? എന്താണ് ജനകീയത? ജനങ്ങളോട് ഏത് തരത്തിലാണ് പെരുമാറുന്നത്? ഒരു കുട്ടി ഫോൺ വിളിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ് 11 മണിക്ക് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഉദാഹരണങ്ങളായി നമ്മൾ പലരെയും ചൂണ്ടിക്കാട്ടുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കരുത് എന്ന് മുകേഷിനെ നോക്കി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളിലും പെടുമ്പോഴും NK പ്രേമേന്ദ്രൻ ഇവരിലെല്ലാം ഔന്നിത്യം അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടതാണ്. കാരണം ഒരു തരത്തിലുള്ള ഒരു ഇടപാടുകളും നടത്താത്തതിന്റെ പേര് വന്നിട്ടില്ല. NK പ്രേമേന്ദ്രൻ എന്ന് പറയപ്പെടുന്നത് സാംസ്കാരികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന തന്നെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തി. ഒരു സ്ത്രീ വിഷയങ്ങൾ അടക്കമുള്ള ഒരിക്കൽ പോലും പെടാത്ത, അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ കറവുറില്ലാത്ത, ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പ്രേമേന്ദ്രൻ. അത് തന്നെയാണ് ജനങ്ങൾക്ക് കൊല്ലത്ത് പ്രേമേന്ദ്രൻ മതി എന്ന് പറയപ്പെടുന്നത് എത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മുകേഷൊക്കെ അത്തരത്തിലല്ല. മുകേഷിൻ്റെയൊക്കെ സിനിമാ ജീവിതമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ താറടിച്ചൊരു ജീവിതവും മാത്രമല്ല പേഴ്സണൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ കുറിച്ചൊക്കെ ജനങ്ങൾ അങ്ങനെയല്ലേ കാണുന്നത്. ഇപ്പോൾ ആർക്കും ആരെയും മാറി കഴിച്ചുവിടാന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഒരു ജീവിതശൈലി ഉണ്ടാകുമല്ലോ. ആ ജീവിതശൈലിയിൽ വൃത്തികേടുകൾ മാത്രം കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വെറുക്കും. മാത്രമല്ല ഒരു MLA എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു MLA എന്ന് പറഞ്ഞാൽ AC കാറിൽ നിന്ന് വരിക, കണ്ടിട്ട് ടാറ്റ പറഞ്ഞ് പോവുക എന്നുള്ളതല്ലല്ലോ. കാരണം ജനങ്ങളോട് സംവദിക്കുവാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും ചെളിയിലിറങ്ങി പ്രവർത്തിക്കുവാനും മണ്ണിലിറങ്ങി വരുവാനും ഈ താരങ്ങൾക്കാവണം. ഇവരെല്ലാം വെണ്ണിലെ താരങ്ങളാണ്, ഇവർക്ക് മണ്ണിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ മണ്ണിലേക്ക് എത്താൻ കഴിയുമ്പോൾ മാത്രം ഇവരെന്താ കരുതുന്നത്? ജനങ്ങളുടെ അടിയാന്മാരാണെന്നാണ്. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതുപോലുള്ള സിനിമാ നടന്മാരാണെങ്കിലും കുറച്ചുകൂടി പ്രഗത്ഭരെന്ന് തോന്നുന്ന, ഇപ്പം ചിലപ്പോൾ ഈ ശശി തരൂരൊക്കെ പ്രാപ്യനല്ലാതായെന്ന് അങ്ങനെയാണ്. ശശി നല്ല വ്യക്തിത്വമാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല MP ആണ്, മന്ത്രിയാക്കാൻ പറ്റിയ ആൾ തന്നെയാണ്. അങ്ങനെയൊക്കെ എല്ലാ ഗുണഗണങ്ങളും ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും അവരുടെ മനസ്സിൽ അവരെന്തോ ഇത്തിരിയുടെ ഈ ബാക്കിയുള്ള സാധാരണ ജനങ്ങളിൽ നിന്നും ഒരുപാട് അകലം നിൽക്കേണ്ടവരാണ്, കൂടുതലുള്ള ആൾക്കാരാണ് എന്നൊരു തോന്നൽ വരുത്തുന്നു. സിനിമാക്കാർക്കും അത് തന്നെയാണ് കുഴപ്പം.
അവരുടെ വിചാരം അവരെയൊക്കെ ഈ സിനിമാക്കാരെയൊക്കെ ആരാ സിനിമാക്കാരാക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ജനകീയരാക്കുന്നത് ഈ ജനങ്ങളാണ്. അവരവരുടെ കയ്യിലെ പോക്കലിലെ പൈസ കൊടുത്ത് സിനിമ കണ്ടിട്ട് അതിലൂടെ വിജയിപ്പിച്ച് ഇവനെയൊക്കെ ഹീറോകളാക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ജനപ്രിയരാക്കുന്നു. അത്തരത്തിൽ ജനപ്രിയരാകുന്ന ഇവരൊക്കെ നാളെ ജനത്തിൻ്റെ തലയിൽ കയറാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വരുന്നത്? ജനത്തിന്റെ മുമ്പിലേക്ക് എന്ത് ചോദിച്ചാൽ ഒരു ജനകീയനാകുന്ന ഒരു അപ്പം ഇതിപ്പം മുകേഷിന്റെ മാത്രമല്ല, കൊല്ലത്തെ സ്ഥാനാർത്ഥിയിലേക്ക് വന്ന കൊല്ലത്ത് 2 സിനിമാ താരങ്ങളാണ്. ഈ തമിഴ്നാട്ടിലൊക്കെയാണ് സാധാരണ സിനിമാക്കാർ കൂടുതലായി രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ടത്. പക്ഷെ കേരളത്തിൽ അതിന് മാറ്റം വരുന്നു. സുരേഷ് ഗോപി മത്സരിക്കുന്നു. പക്ഷെ നേരത്തെ ഇങ്ങനൊരു കൾച്ചർ ഉണ്ടായിരുന്നില്ല. നേരത്തെ നമുക്കറിയാം മുരളി മത്സരിച്ചിരുന്നെങ്കിലും മുരളി പരാജയപ്പെടുകയായിരുന്നു. അല്ല, അങ്ങനെ മത്സരിച്ച് വിജയിക്കേണ്ടിയിരുന്നെങ്കിൽ മുരളി വിജയിക്കണം. വിജയിച്ചിട്ട് കാരണം മുരളി രാഷ്ട്രീയ അദ്ദേഹം ഈ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയക്കാരനായതല്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നു. മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുകയും അഭിനയിക്കുകയും ഒപ്പം തന്നെ ജീവിക്കുകയൊക്കെ ചെയ്ത ഒരു നടനായിരുന്നു മുരളി എന്നുള്ളത്. ആ മുരളിക്ക് ജയിക്കാനാവാത്ത സ്ഥലമാണ് കേരളം. പക്ഷെ അവിടെ ഇപ്പോൾ ശ്രീ പറയുമ്പോൾ കൊല്ലത്ത് 2 സിനിമാ നടന്മാർ മാറ്റിവെക്കുന്നു, ഒപ്പം പ്രേമേന്ദ്രൻ നിൽക്കുന്നു. ഈ 2 സിനിമാ നടന്മാരും വിജയിക്കുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും അവിടെ കാണുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. ഞാനിതാണ് താരങ്ങൾ വിണ്ണിലാണ്, അവരെല്ലാം മണ്ണിലേക്ക് വരുന്നില്ല. ആ മണ്ണിലേക്ക് വരാനുള്ള പ്രഹസനം കാണിക്കുന്നുണ്ട്. കൃഷ്ണകുമാറൊക്കെ നടത്തുന്ന പ്രഹസനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൃഷ്ണകുമാർ ഒരു പക്ഷേ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. ദൂരദർശനിൽ തുടങ്ങിയിരുന്ന ആളാണ്. അതിനുശേഷം കൃഷ്ണകുമാർ പൊതുരംഗത്തൊക്കെ അത്യാവശ്യം ഇടപെടുന്ന ഒരാളാണ്. പക്ഷേ ഒരു സിനിമാക്കാരൻ എന്ന് വരുമ്പോഴും ഒരു ജനപ്രതിനിധി എന്ന് വരുമ്പോഴും അവിടെയൊക്കെ ജനങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. BJPക്ക് പക്ഷേ കുറച്ച് സ്വാധീനമുള്ള ചാത്തന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ കുറച്ച് BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഏതായാലും കൃഷ്ണകുമാർ കഴിഞ്ഞ തവണത്തെക്കാട്ടിൽ വോട്ട് നില മെച്ചപ്പെടുത്തും. വിജയം എന്നത് നടക്കില്ല. കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് നോക്കിയാൽ ഏകദേശം അതിന് മുൻപ്, അതായത് 2014 നേടിയ വോട്ടിനേക്കാൾ ഏകദേശം 50,000 വോട്ടുകൾ നേടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2014 58,671 വോട്ടുകളാണെങ്കിൽ ഈ 2019 1,03,339 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ വോട്ടുകൾ നില മെച്ചപ്പെടുത്താൻ കൃഷ്ണകുമാറിന് കഴിയും. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ശ്രീല പറഞ്ഞ പോലെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് സിനിമാ നടന്മാർ. എപ്പോഴും അതിലൊരു MLA ആയപ്പോഴത്തേനും അതേ സ്വഭാവം തന്നെ നിലനിർത്തി വരുന്ന ആളാണ് ഈ മുകേഷ് എന്ന് പറയുന്നത്. ജനകീയത കൊണ്ടൊന്നുമല്ല രണ്ടാമതും അദ്ദേഹം ഇവിടെ ഈ MLA ആയത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഒന്നാം പിണറായി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മുകേഷ് മത്സരിക്കുമ്പോൾ വിജയിക്കുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിക്കുന്നത്. രണ്ടാമത്തെ വിജയം എന്ന് പറയുന്നത് ഞാൻ മഹാനായതുകൊണ്ടോ ജനകീയനായതുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടായതല്ല. അന്ന് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ കിറ്റ് കൊടുക്കലിന്റെ ഭാഗമായിട്ട് രണ്ടാം സർക്കാർ അങ്ങനെ ഒഴുകിയെത്തുകയായിരുന്നു. മനസ്സിലായി. അങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിൽ മുകേഷ് കൂടെ അതായത് അല്ലെങ്കിൽ പിന്നെ 99 സീറ്റൊന്നും ഒന്ന് നേടിയെടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴുകിയെത്തിയ ആളാണ് ഈ മുകേഷും. അല്ലാതെ ജനകീയത എന്നുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലും അഭിനയിക്കുകയാണ്. അതിലാണ് പ്രശ്നം. ജനങ്ങളുടെ ഇടയിലും അഭിനയിക്കാൻ ശ്രമിക്കുമ്പോഴും അകലം പാലിക്കുമ്പോഴും ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു വിഭാഗം ആൾക്കാർ ഈ നടനെയൊക്കെ കാണാൻ വേണ്ടി വരും. നടന്മാർ ആരാണ് എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളവർ. അവരൊരിക്കലും ഇവനാണ് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അത് വോട്ടാകാനുള്ള ഒരു നടപടിയും ഉണ്ടാകാറില്ല. എന്തായാലും കൊല്ലത്ത് പ്രേമേന്ദ്രന് അത് 7 മണ്ഡലങ്ങളിൽ ഏതാണ്ട് കഴിഞ്ഞ തവണ 4 മണ്ഡലങ്ങളിൽ 20,000-ന് മുകളിൽ വോട്ട് ലീഡ് ചെയ്ത ആളാണ് പ്രേമേന്ദ്രൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേമേന്ദ്രന് ഒരു തരത്തിലുള്ള വെല്ലുവിളിയും അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഈ കുണ്ടറയിലും കൊല്ലത്തും ഇരവിപുരത്തും ചാത്തന്നൂരും ചവറ മണ്ഡലം വളരെ വലിയ നേട്ടം നുകയാൻ മാത്രമല്ല RSPക്ക് ശക്തമായ പേരുള്ള മണ്ഡലം തന്നെയാണ്. ഏതാണ്ട് ചവറ മുതൽ ചവറ വരെ എന്നൊക്കെ പറഞ്ഞ കളിയാക്കുമെങ്കിലും RSPക്ക് 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾ RSPക്ക് മാത്രമായി ആ മണ്ഡലത്തിലുണ്ട് ഉണ്ടാക്കിയെടുത്തൊരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ചടയമംഗലം അല്ലെങ്കിൽ പുനലൂർ പോലുള്ള മേഖലകളിലാണ് കുറച്ചുകൂടി സ്വാധീനം ഈ LDF ഉണ്ടാക്കിയത്. പക്ഷെ കൊല്ലം സത്യത്തിൽ ഒരു LDF മേഖലയാണെങ്കിൽ കൂടി പക്ഷെ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന NK പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് അത് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയാലും പ്രേമേന്ദ്രൻ മറ്റൊരു ഗുണമേ കശുവണ്ടി മേഖല വളരെ പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ ഇതൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം വളരെ ഓരോ മേഖലയിലെയും ആൾക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. ബാക്കിയുള്ള 19 UDF MLA-മാരെ നോക്കിയാലും 19 UDF MLA-മാരിൽ 18 പേരും മറ്റൊന്നും സംസാരിക്കാനല്ലാതെ പിച്ചി മാന്തി ഞുള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രമ്യയൊക്കെ ആണെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ മുഴുവൻ പിച്ചി മാന്തി ഞുള്ളി എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രതാപൻ്റെ കാര്യം നോക്കിയാൽ പ്രതാപം പറയുന്നത് നരേന്ദ്രമോദിയോട് കൈ ചൂണ്ടി സംസാരിച്ചു എന്നാണ്. പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ചോദ്യം ചോദിക്കുന്നത് കൈ ചൂണ്ടി സംസാരിക്കലാണെന്നൊക്കെ പറഞ്ഞ് ഞാനാണ് കൈ ചൂണ്ടി സംസാരിച്ചതൊക്കെയാണ് അവകാശം. അതെ അവകാശവാദം.
ബ്രിട്ടാസ് പോലും പറയുന്നത് ഇവരെയൊക്കെ കണ്ടാൽ പേടിക്കുമെന്നാണ്. അവർ വരുമ്പോൾ ഒരു രാജാവിന്റെ പകട്ടോടു കൂടിയാണ് വരുന്നത്, ഒരു എംപററായിട്ടാണ് തോന്നുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് കൈ ചൂണ്ടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത്. അത് പോട്ടെ, അദ്ദേഹത്തിന്റെ ആഗ്രഹമായി. ഒന്നാമത്തെ കാര്യം, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യമാണ് സംവദിക്കുവാനുള്ള ഇടം. അതെ അതെ, അത് സഭകൾ അല്ലെങ്കിൽ സഭകളിൽ അതിനുള്ള അവസരങ്ങൾ. അതെ, ആ അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നവർ തന്നെയാണ് ജനപ്രതിനിധി. അതെ അതെ. പക്ഷെ അവിടെ അതിന്റെ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവകാശമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണോ സംസാരിക്കാം. നിങ്ങൾക്ക് അയാളുടെ മുഖത്ത് കയറി മൂക്കിന് മുമ്പിൽ വരെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ ചൂണ്ടാം. പക്ഷെ അതിനകത്തേക്ക് കയറുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ അതുവരെയുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ അതാണ് അതിനെ ഒരു അത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ ഒരു വലിയ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നത് വലിയ പ്രത്യേക. പ്രേമചന്ദ്രൻ അവിടെയും ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണെങ്കിലും കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, മലയോര മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുമാണ് അവിടെ കൂടുതലുള്ളത്. ഈ രണ്ട് മേഖലയുടെയും പ്രശ്നങ്ങൾ പാർലമെന്റിൽ അടക്കം വിശദമായി സംസാരിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു മറ്റുള്ള എംപിമാരെ പോലെ ഇപ്പൊ ഒരുപക്ഷെ ശശി തരൂരിന് ഏറെ സംസാരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ശശി തരൂർ അത്രയും സംസാരിച്ചിട്ടില്ല. അതിലേറെ സംസാരിച്ചിട്ടുള്ള അല്ലെ ശക്തമായ വാദഗതികൾ ഉന്നയിച്ചിട്ടുള്ളത് പ്രേമചന്ദ്രനാണ്. ഈ റെയിൽവേയുടെ വികസനം, കൊല്ലത്ത് വലിയ റെയിൽവേ വികസനമാണ് വരാൻ പോകുന്നത്. 1256 കോടി രൂപയുടെ വലിയ വികസനം വരാൻ പോകുന്നത്. അതിനൊക്കെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് വരാൻ പോകുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ ഈ പുനരുദ്ധാരണം നടക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് അത്തരത്തിൽ സംസാരിച്ച് അത് നേടിയെടുക്കാൻ കഴിയുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിപക്ഷ എംപിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. എനിക്ക് പരിമിതി ഉണ്ടെന്നാണ് ശശി തരൂർ പറയുന്നത്. അദ്ദേഹം ഒരു പരിമിതിയും പറയാതെയാണ് എൻ കെ പ്രേമേന്ദ്രൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ ഒന്നിനോടും മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമില്ല. എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു എം പിയാണ്. മാത്രമല്ല ഒരു മനുഷ്യനാണ്, മനുഷ്യ ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ആത്യന്തികമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പ്രയാണമാണ് കൊല്ലത്തെന്നല്ല, അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. എന്നെ എന്തിനാണോ 5 വർഷം ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന മറ്റു രണ്ടുപേർക്കും പ്രസക്തി ഇല്ലാതായി പോകുന്നത് എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ മികച്ച പാർലമെന്റിനായത്? അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് കിട്ടുമ്പോഴാണ് ഒരു ചായ സർക്കാരത്തിന് നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹം സംഖ്യയാകണമെന്നില്ല. നമുക്ക് മറ്റൊരാളുടെ വീട്ടിൽ പോകുന്നതിനോ അല്ലെങ്കിൽ നമ്മളൊരു സൽക്കാരത്തിന് ക്ഷണിച്ചാലോ നമ്മളൊരിക്കലും സംഖ്യയായില്ല. നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ആദർശങ്ങൾ എന്ന് പറയപ്പെടുന്നത് നമ്മൾ നമ്മുടെ കൈകളിൽ സൂക്ഷിക്കുന്നതാണ് വളരെ ഭദ്രമായിട്ട്. അങ്ങനെ നിലപാടുള്ളവർക്ക് മാത്രമായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക. ഇനി നാളെ അദ്ദേഹം സംഖ്യയായാലും ആർക്കും കുറ്റം പറയാനും കഴിയും. മികച്ച ഒരു പാർലമെന്റിനെ, ഒരു ജനനായകനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും അല്ല അവിടെ പ്രസക്തമാകുന്നത്. ഒരു മനുഷ്യനെന്ന നിലയിൽ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ജനങ്ങളുമായിട്ടുള്ള മണ്ഡലത്തിന് എങ്ങനെ ഗുണകരമാകുന്നു. അതിൽ മുകേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി നിയമസഭയിൽ തന്നെ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ കൃഷ്ണകുമാറിന് സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അദ്ദേഹത്തിനുള്ള സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന മാക്സിമം വോട്ടുകൾ ഇവിടുന്ന് കവർ ചെയ്യാമെന്നല്ലാതെ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ കഴിയില്ല. ഈ എൻ കെ പ്രേമചന്ദ്രനെ പോലൊരു മഹാമേരു എന്ന് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ തലയെടുപ്പോട് നിൽക്കുമ്പോൾ അവിടുത്തെ സാംസ്കാരിക ഔന്നിത്യമുള്ള കൊല്ലത്തുകാർ എപ്പോഴും ഈ പറയുന്ന പ്രബുദ്ധതയുള്ള മലയാളി എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ളവരെ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ള സംശയമില്ല. അത്രയും ജനകീയനായിട്ടുള്ളൊരു നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ. ഇതിപ്പോൾ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ എൻ കെ പ്രേമചന്ദ്രനെ ജയിപ്പിച്ചു വിടുന്നത് പോലെയാണ്. അത് എന്തായാലും എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ഉറപ്പിച്ചെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, മുകേഷിനെ നിർത്തിയാലും ആരെ നിർത്തിയാലും എൻ കെ പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും കൊല്ലത്തെ വിജയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യഘട്ടത്തിലും അത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അവസാന ഘട്ടത്തിൽ എന്തൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടായാലും, കാരണം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 2019 1,48,000 വോട്ടുകളുടെ ഭൂരിപക്ഷം വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എൻ കെ പ്രേമചന്ദ്രൻ. ഭൂരിപക്ഷത്തിന് കുറവിൽ അദ്ദേഹത്തിൻ്റെ ഭാഷാശുദ്ധിയൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഭാഷാശുദ്ധി, ഒരു പ്രശ്നം പഠിച്ചു പറയുവാനുള്ള കഴിവ്, ഇതൊക്കെ അങ്ങനെ ഒരു മണ്ഡലത്തിലെ പ്രശ്നങ്ങളോടോ ഇഴുകിച്ചേർന്നാൽ മാത്രമേ ലഭിക്കൂ. ആ മണ്ഡലത്തിലൊരു വ്യക്തിയോട്, ആളുകളോട് ഏത് തരത്തിലുള്ള ബന്ധമുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ പഠിച്ചു പറയൽ എന്ന് പറയപ്പെടുന്നത്. അതൊക്കെ പലപ്പോഴും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ കണ്ടുപഠിക്കേണ്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ള പല എം പിമാരും ചിലപ്പോൾ മാതൃകയാക്കേണ്ടതാണ് ഈ എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള രാഷ്ട്രീയ വിശകലനം നടക്കുന്ന വിശാരദന്മാരെ. കാരണം അത്തരത്തിലുള്ളവർ അത്യാവശ്യമാണ് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ളവർ ജയിക്കട്ടെ, അത് രാഷ്ട്രീയമല്ല അവിടെ ആവശ്യം. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലത്തിന് ഇത്രയും വലിയ വികസനങ്ങൾ കൊണ്ടുവരുവാൻ പ്രേമചന്ദ്രന് കഴിയുന്നുണ്ട് എന്നെങ്കിൽ എല്ലാവർക്കും അത് കഴിയും.
പക്ഷെ ആരും പരിശ്രമിക്കാത്തത്. ആരും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങളൊരു MP, തോറ്റ MP അല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രിസഭയില്ല, ഞങ്ങളൊരു MP മാത്രമായിട്ടിരിക്കുന്നു. അതാണ് ശശി തരൂർ വന്ന ആദ്യത്തെ 5 വർഷം എൻ്റെ സർക്കാർ ഉണ്ടായിരുന്നു, എനിക്കൊന്നും പറ്റിയില്ല. അടുത്ത 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു, ഒന്നും പറ്റിയില്ല. പിന്നെ എപ്പോഴാണ് ഇനിയിപ്പോ പറ്റാൻ പോകുന്നത്? അതെ 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 15 വർഷം പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലെ ഒരാൾ പറയുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ല. കാരണം നന്നായി ഭാഷ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്, എല്ലാ സ്ഥലത്തും ഡൽഹിയിൽ ഏത് സ്ഥലത്ത് പോയി എന്ത് കാര്യം സാധിക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാളത് പറയുന്നതിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഈ വിശ്വപൗരൻ എന്നുള്ള ഇമേജോടുകൂടി, കാരണം ആ ഇമേജിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. കാരണം പക്ഷെ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവും കരുത്തുമുള്ള ആളാണ്, ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഈ 15 വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം അറിഞ്ഞു നടക്കുന്ന ഒരു MP-ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പരീക്ഷണവും പിന്നെ പരീക്ഷയുമായി മാറുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പ്രതിപക്ഷ MP ആയിട്ട് മാത്രം തീരുന്ന ഒരാളെ ഇനി തിരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ അനന്തപുരിക്കാർ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. കാരണം അത്തരത്തിലൊരു വലിയ ഇപ്പോൾ ഒരു നിയോഗമാണ് അനന്തപുരിക്കാർക്ക് അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, പ്രതികരിക്കൂ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് വേറൊരു കാര്യമാണ്, എങ്കിൽ കൂടി പറയാം. നമ്മളത് മുൻപ് പറയുകയും ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ NK പ്രേമചന്ദ്രനെ പോലുള്ള രാഷ്ട്രീയ വിശാരഥന്മാർ, ഇത്രയും വളരെ കൃത്യമായി പഠിച്ചു പറയുന്ന വ്യക്തിത്വങ്ങളുള്ള സ്ഥലങ്ങളിൽ അവരെ പോലുള്ളവരെ പകർത്തെഴുത്ത് നടത്തുവാണെങ്കിലും ഈ കോൺഗ്രസിലെയും UDF-ലെയും നേതാക്കൾ MP-മാർ ശ്രമിക്കേണ്ടതാണ്, മാതൃകകളാക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു നന്മയും കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കാത്തവർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാതൃകയാക്കാൻ ഇനി അയാൾ പറഞ്ഞിട്ട് വേണം ഞാൻ പഠിക്കാൻ എന്ന് വിശ്വസിക്കുന്ന അത്തരത്തിൽ അഹങ്കാരം കൂടുതലായിട്ടുള്ള അത്തരത്തിലുള്ള ഈ നേതാക്കളൊന്നും ചിലപ്പോൾ അത് പകർത്തില്ലായിരിക്കും. പക്ഷെ അത് പകർത്തിയാൽ അത് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ആഡായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സാധനം കൂടിയാണ്, ഒരു അഡ്വാൻറ്റേജാണ്. അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് കൂടി കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ എത്താൻ കഴിയൂ. അതെനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിനെ പോലുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടാവില്ല. കാരണം സ്വയം ഞങ്ങളെല്ലാം ഇതെല്ലാം സൃഷ്ടിച്ചെടുക്കപ്പെട്ടവരാണ് എന്നുള്ള തോന്നലിൽ നിൽക്കുന്ന അഹങ്കാരികളായിട്ടുള്ള നേതാക്കന്മാരാണ് ഈ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയൊക്കെ നേതാക്കളായിട്ട് നിൽക്കുന്നത്. ഇത് തുറന്നു പറയേണ്ടി വരുന്നത് ജനങ്ങൾ അത്രത്തോളം വെറുക്കുന്നത് കൊണ്ടാണ്. ജനവിരുദ്ധത, ജനങ്ങൾക്ക് ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് ഇവരോട് ആ വിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഈ 19 നേതാക്കളും വലിയ മഹാന്മാരാണെന്ന് വിശ്വസിക്കരുത്. അന്നത്തെ ഒരു അടിയൊഴുക്ക് സംഭവിച്ചു പോയതാണ് ശബരിമല പ്രശ്നം, പിന്നെ പ്രധാനമന്ത്രി മാറ്റങ്ങൾ, അന്നത്തെ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞതാണ് 2014 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ അഴിമതി എന്താണ്, അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതിനെ കണ്ടുപിടിക്കുവാനുള്ള ശ്രമം മോദി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഭരണവിരുദ്ധത ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ 2019 ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു എന്ന് പറഞ്ഞു വന്നത്. പക്ഷേ 2019 ഭാഗ്യമോ നിർഭാഗ്യമോ അവർക്കത് എത്താൻ പറ്റിയില്ല. പകരം വീണ്ടും മോദി അധികാരത്തിലെത്തുന്നു. അപ്പോഴാണ് വികസന പാത തുറക്കുന്നത്. അതുകൊണ്ടാണ് 2024 എത്തുമ്പോൾ ആ വികസന പാത അടയ്ക്കാതിരിക്കാൻ, കാരണം എല്ലാ വികസനങ്ങളും ഇങ്ങനെ തുറന്ന് ഓപ്പൺ ആക്കിയിട്ടിരിക്കാം, അവിടെ അതിന് പൂർത്തിയാക്കണം. അപ്പോൾ അതിന് വേണമെങ്കിൽ ഈ 2024 വീണ്ടും ഈ സർക്കാർ അധികാരത്തിൽ വേണം. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ ഏകദേശം 300-370 സീറ്റുകളോളം വിജയിച്ച് BJP അധികാരത്തിലെത്തുമെന്ന് സമൂഹത്തിൽ അങ്ങനൊരു ചർച്ച ഉണ്ടായത്. മാത്രമല്ല അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിച്ചു. മനസ്സിലായി. അപ്പോൾ 40 സീറ്റിനും വേണ്ടി 400 സീറ്റുകാരോട് മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് ഈ കൊല്ലം പോലൊരു മണ്ഡലത്തിൽ ആരാണ് പ്രതിപക്ഷ കക്ഷികളെ ലീഡ് ചെയ്യുന്നതെന്ന് പോലും അവർ പറയുന്നില്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് വയനാട്ടിൽ സംശയം. അതുപോലെ അതൊന്നും നടക്കില്ല കാര്യമല്ല. പിന്നെ അവർ അധീർ രഞ്ജൻ ചൗധരിയൊക്കെ വെച്ചിട്ടാണ് അവർ മാനേജ് ചെയ്തത്. അമേഠിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഇല്ലല്ലോ. ഈ പറഞ്ഞ 44 സീറ്റൊക്കെ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഇപ്രാവശ്യം 14 സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയിലുമാണ് കോൺഗ്രസ്. എന്തായാലും കേരളത്തിൽ നിന്ന് കിട്ടിയ 19 സീറ്റുകൾ ഉറപ്പായും കിട്ടില്ല. അതൊരിക്കലും കിട്ടില്ല. പക്ഷെ ഉറപ്പിക്കാവുന്ന സീറ്റ് കൊല്ലത്തതാണ്. അത് UDF-ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഈ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല 370 സീറ്റുകൾ നേടി വീണ്ടും BJP അധികാരത്തിൽ വരുമ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ, അതൊരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയം.